എൻ്റെ പേര് പ്രീന. ഞാനൊരു മലയാള അധ്യാപികയാണ്. അതോടൊപ്പം ഈസി ലേണിംഗ് എന്നൊരു ഓൺലൈൻ വിദ്യാഭ്യാസ സംരംഭത്തിൻ്റെ സംരംഭക കൂടിയാണ്. ഇങ്ങനെയൊരു ഓൺലൈൻ വിദ്യാഭ്യാസ സംരംഭം ആരംഭിക്കാനൊരു കാരണമുണ്ട്. വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ മലയാളം പഠിപ്പിക്കാനുള്ള അവസരം ലഭിക്കാറില്ല. അവരുടെ സ്കൂളുകളിൽ അത്തരമൊരു സാഹചര്യം കിട്ടാറില്ല. എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് മലയാളം പഠിക്കാൻ സാധിക്കുന്നില്ല? അവർ മലയാളം പഠിക്കാൻ അർഹരല്ലേ എന്നുള്ള ചിന്ത പലപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. നമ്മളെല്ലാവരെയും വീടിനകത്തായി. എന്നാൽ നമ്മുടെ ടെക്നോളജി അതെല്ലാം മാറ്റിമറിച്ചു. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും നമുക്ക് പഠിക്കാം എന്നുള്ള ഘട്ടത്തിലെത്തി. നമ്മളെല്ലാവരും പഠിച്ചു, പരീക്ഷ എഴുതി, ധാരാളം കലാപരിപാടികൾ നടത്തി, അതിലെല്ലാം നമ്മൾ വിജയിച്ചു. അങ്ങനെ 2 വർഷം നമ്മൾ കോവിഡിനോടൊപ്പം സഞ്ചരിച്ചു. ഈ ഒരു ഘട്ടത്തിലാണ് എൻ്റെ പഴയ ആ ഒരു സ്വപ്നം, വിദേശത്ത് താമസിക്കുന്ന മലയാളികൾക്ക്, മലയാള കുഞ്ഞുങ്ങൾക്ക് മലയാളം പഠിപ്പിക്കാനുള്ള അവസരം ഇതല്ലേ എന്നെൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഈസി ലേണിംഗ് എന്നൊരു ഓൺലൈൻ സംരംഭം ഞാൻ ആരംഭിച്ചത്. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയ വഴി ഞാൻ എത്തിക്കുകയും ധാരാളം പേർ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ എൻ്റെ വിദ്യാർത്ഥികളായ കുട്ടികൾ മലയാളം ഇതുവരെയും പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, മലയാളം വായിക്കാൻ അറിയാം പക്ഷേ എഴുതാൻ അറിയാത്ത കുട്ടികളുണ്ട്. ഇവരെല്ലാവരെയും, ഈ കുഞ്ഞുങ്ങളെയൊക്കെ മലയാളം പഠിക്കാനും പഠിപ്പിക്കാനും വായിക്കാനും ഒക്കെയുള്ള അവസരം എനിക്കിതിലൂടെ ലഭിച്ചു. കഥ പറഞ്ഞു കൊടുക്കാനും കഥ വായിക്കാനും നൃത്തം ചെയ്യാനും ഒക്കെയുള്ള അവസരം എനിക്ക് ഓൺലൈനിലൂടെ സാധിച്ചു. വലിയൊരു സന്തോഷമാണ് എനിക്കതിലൂടെ ലഭിച്ചത്. കാരണം എൻ്റെ ആഗ്രഹം അതായിരുന്നു, ഈ മലയാളി കുഞ്ഞുങ്ങൾക്ക് മലയാളം പഠിക്കാൻ അവസരം ലഭിക്കാറില്ല. പക്ഷേ എൻ്റെ ഈസി ലേണിങ്ങിലൂടെ എനിക്ക് അവരെ പഠിപ്പിക്കാൻ സാധിച്ചു. അത് മാത്രമല്ല, ഈ ഒരു സംരംഭത്തിലൂടെ, ഈ ഈസി ലേണിംഗ് എന്നൊരു ഈ ഓൺലൈൻ വിദ്യാഭ്യാസ സംരംഭത്തിലൂടെ വലിയൊരു ഇൻകമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തും നമ്മളൊന്നും വെറുതെ ഇരിക്കേണ്ടവരല്ല, നമുക്ക് ഒരു ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഒരു സ്റ്റോറി എന്ന് എനിക്ക് പറയാൻ സാധിക്കും. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തന്നെ പെറ്റമ്മതൻ ഭാഷതാൻ എന്ന വള്ളത്തോളിൻ്റെ മനോഹരമായ വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.